എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷുഗർ കട്ടിംഗ് ഡയറ്റ് ആണ്. നമ്മൾ എവിടെ റീൽ എടുത്ത് നോക്കിയാലും ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഫേസിൽ വരുന്ന ഒരു മാറ്റം. ഓക്കെ, അപ്പൊ ഇതിന്റെ റിയാലിറ്റി എന്താണ്? യഥാർത്ഥത്തിൽ ഷുഗർ കട്ട് ഡയറ്റ് നല്ലതാണോ? നമുക്ക് മൊത്തത്തിൽ ഷുഗർ ഇല്ലാതെ ഒരിക്കൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇതിന്റെ റിയാലിറ്റി ഞാൻ പറയാൻ പോവാണ് കേട്ടോ. ഈ ഷുഗർ കട്ട് ഡയറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ നമ്മുടെ ഹ്യൂമൻസിന് പറ്റില്ല. അത് പോസിബിൾ അല്ല. കാരണം നമ്മൾ കഴിക്കുന്ന ധാന്യവർഗ്ഗങ്ങളായാലും പഴവർഗ്ഗങ്ങളിലായാലും എല്ലാം ഫ്രക്ടോസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലാണെങ്കിൽ ഫ്രക്ടോസും അതുപോലെ ധാന്യവർഗ്ഗങ്ങളാണെങ്കിൽ കാർബോഹൈഡ്രേറ്റും, ഇതിലെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള സ്റ്റാർച്ച് കണ്ടന്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുവഴി തന്നെ നമുക്കൊരു ടൈപ്പ് ഓഫ് ഷുഗർ നമ്മുടെ ബോഡിയിൽ പോവുകയാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗർ ഏതാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വെളുത്ത പഞ്ചസാര. ഓക്കെ, അത് കംപ്ലീറ്റ്ലി നമുക്ക് അൺഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്ന ഏത് സ്പേസിലാണ്? ടീ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ. ഇതിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് റെഗുലർ ആയിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ജ്യൂസിൽ ഇട്ട് കുടിക്കാറുണ്ട്, വേറെ എന്തെങ്കിലും ഫുഡിലൊക്കെ. പക്ഷെ അത് റെയർ ആണല്ലേ. നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ അങ്ങനെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് കുറവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടീ കോഫി കട്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫേസിലൊക്കെ ഒരു വ്യത്യാസം വരുന്നതെന്നറിയോ? പഞ്ചസാര കട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ കഫീൻ കട്ട് ചെയ്തത് കൂടെ കൊണ്ടാണ്. ഓക്കെ, അതൊരു വലിയ റിയാലിറ്റിയാണ്. ഇനി നിങ്ങൾ ചായ കുടിക്കുന്നവരാണ്, നിങ്ങൾ കടുപ്പം കുറച്ച് നോക്കൂ. നിങ്ങളൊരു വലിയ ടീ അഡിക്ഷൻ ഉള്ള ആളാണ്, നിങ്ങൾ കടുപ്പം കുറച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. കാര്യം ഈ കഫീൻ്റെ അഡിക്ഷൻ നമ്മുടെ ബോഡിയിൽ കൂടുന്തോറും നമ്മുടെ സ്കിന്നിൻ്റെ ഏജ് പെട്ടെന്ന് കൂടും, നമ്മുടെ ബോഡിയിലെ ബാക്കി ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻസ് കുറയും. സോ അതൊരു വലിയ റീസണാണ്. ഓക്കെ, പഞ്ചസാര കട്ട് ചെയ്താൽ മാത്രമല്ല കഫീൻ കുറയുന്നത് നല്ലൊരു റിസൾട്ടിന് കാരണമാണ്. ഇനി നമുക്ക് വൈറ്റ് ഷുഗർ മാത്രം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ മതിയാവും. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ലൈക്ക് നമുക്കിപ്പോൾ ജാഗരി പൗഡർ, ശർക്കര, കരിപ്പെട്ടി അതുപോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാം, പനങ്കൽക്കണ്ട് യൂസ് ചെയ്യാം, ബ്രൗൺ ഷുഗർ. ഇതൊന്നും റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്നോ മറ്റേ പഞ്ചസാരയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നല്ല. നമ്മളിപ്പോൾ ഒരു 2-3 ദിവസം നമ്മൾ ഷുഗർ യൂസ് ചെയ്തില്ല, പക്ഷെ നമുക്ക് ഷുഗർ ക്രേവിങ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ടൈമിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലത്തെ ഷുഗർ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ എങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചാൽ, അഫ്കോഴ്സ് ഫ്രൂട്ട്സ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഷുഗർ ക്രേവിങ് വരുന്ന ടൈമിൽ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള അയണും ഒക്കെ കിട്ടുന്ന ഒരു ഷുഗർ കണ്ടന്റ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ ചിലരിപ്പോൾ കമന്റിൽ ചോദിക്കും, ഒരു ദിവസം എത്ര ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം, എങ്ങനെ കഴിക്കണം? ഇത് കംപ്ലീറ്റ് ഡിപ്പെൻഡ് നിങ്ങളുടെ ആക്ടിവിറ്റി അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ദിവസം 2 ഈത്തപ്പഴം കഴിച്ചോളൂ, ഒരു 5 റൈസിൻസ് കഴിച്ചോളൂ എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ബോഡിക്കും ഒരേ കണ്ടന്റ് അല്ല. നിങ്ങൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ, നിങ്ങൾ ഒബീസ് കണ്ടീഷൻ ആണെങ്കിൽ, നിങ്ങൾക്കൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫാറ്റി ലിവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിന് ഒരു നിശ്ചിത അളവുണ്ട് നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് അനുസരിച്ചിട്ട്. അങ്ങനെ മാത്രമേ കഴിക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഷുഗർ കട്ടിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഷുഗർ മാത്രം കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു 60 കിലോ ഇരിക്കുന്ന ആൾ 40 കിലോ ഒന്നും ആവില്ല. അതിന് നമ്മൾ ബാക്കി ബാലൻസ് ഡയറ്റ് കൂടെ ചെയ്യണം. ഇല്ല, നിങ്ങൾ ഷുഗർ മാത്രം അത്രയും നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഡയറ്റ് നോക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ കുറച്ചാലും നിങ്ങൾ പിന്നീട് ഏതെങ്കിലും രൂപത്തിൽ ആ ഷുഗർ കഴിക്കുകയോ അല്ല കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുകയോ ചെയ്യുമ്പോൾ വെയിറ്റ് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഷുഗർ കട്ടിംഗ് എന്ന് പറയുന്നത് റിയാലിറ്റി മനസ്സിലാക്കുക. എല്ലാ ഷുഗറും കട്ട് ചെയ്യരുത്, വൈറ്റ് ഷുഗർ മാത്രം, ബാക്കിയെല്ലാം മോഡറേറ്റ് എമൗണ്ട് ലഭിക്കും. ഓക്കെ, താങ്ക് യു.